ഹായ് എവ്രിവൺ, ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ ടാസ്കുമായിട്ട് വന്നേക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഹൂ നോസ് വി ബെറ്റ്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞങ്ങൾ 3 പേരുടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അശ്വതി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും 3 പേപ്പർ മാർക്കറൊക്കെ ഉണ്ട്. അതിനകത്ത് ഒന്നുമില്ലാത്ത പേപ്പർ. ഡൗട്ടാർക്കും വരരുതല്ലോ. പേപ്പറിൽ എഴുതുമ്പോൾ മാർജിൻ വേണം. ഓഹോ, അത് നിർബന്ധമുള്ള കാര്യം. ആദ്യം ആരാ ചോദിക്കുന്നത്? ആദ്യം ജോഹു. എനിക്ക് മാർക്ക് തന്നില്ല, എനിക്ക് മാർക്ക് കിട്ടിയില്ല. ഓരെണ്ണം എടുത്തിട്ട് പോവും. ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കാം. ജോഹുവിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അശ്വതി. ഒന്നാമത്തെ ചോദ്യം, അതായത് എനിക്ക് പുറത്ത് പോകുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ജങ്ക് ഫുഡ്. മീൻസ് അത് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. ഭയങ്കര ഒരു ക്രേവിങ് കഴിഞ്ഞ അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. ഞാൻ തന്നെ എഴുതിയാണോ ഈ തന്നെ എഴുതിയത് നോക്കാലോ. അല്ല, ഇപ്പൊ തന്നെ ഞാൻ ഉത്തരം പറയണം. പിന്നെ അശ്വതി എന്തെന്നാ എഴുതിയത്? ബർഗർ. ബർഗറാ? ഞാൻ എപ്പോഴും ഒരു ക്രേവിങ് പോലെ പറഞ്ഞു എനിക്ക് ബർഗർ വേണമെന്ന്. എന്തെന്നാ എഴുതിയത്? ബർഗർ. അപ്പൊ നമ്മൾ എഴുതുന്നതാണ് ശരി, നമ്മൾ എഴുതുന്നതാണ് ആക്ച്വലി ബർഗർ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയതാ. മോമോസാണ് എനിക്കിഷ്ടം. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഈ ഒരു കാര്യത്തിൽ തന്നെ ശല്യം ചെയ്യും. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഒരു കയ്യും നടക്കില്ല ദേഷ്യത്തിൽ. ഞാൻ പഠിക്കുന്നില്ല. ഞാനും നോക്കട്ടെ. ഞാനെഴുതി കഴിഞ്ഞു. എന്തെന്നായിരുന്നു നിങ്ങള്? സ്ലീപ്പ്. ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് എഴുതുന്നത്. എനിക്കാണ് കുഴപ്പം. പിന്നെ എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്? ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ തെറ്റിക്കുന്നു. അയ്യോ, സോറി. അടുത്ത തൽപര കക്ഷിയല്ല. ഞാൻ പിന്നെ എടുത്തോളാം കേട്ടോ. ഫേവറേറ്റ് ഫീമെയിൽ സിംഗർ. ഫീമെയിൽ സിംഗർ മലയാളമാണോ? മലയാളമല്ലേ? ആരായിരിക്കും? അല്ല, ചിത്ര. ചിത്ര ഞാൻ ആലോചിച്ചു. പിന്നെ ട്രെയിനിലേക്ക് പോയില്ലായിരിക്കും കരുതിയോ മാറ്റിയത്. ചക്കേട്ടപ്പന്മാരിയ. നെക്സ്റ്റ്. അതായത് എനിക്ക് റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയ ഒരു ഫുഡ്. മുന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ പറയുന്നത് മുന്നേ ഇഷ്ടമല്ല മീൻസ് ഇപ്പൊ കഴിക്കണം ആഗ്രഹമുള്ളതാണോ? കഴിക്കണം എന്ന് ആഗ്രഹമില്ല. റീസെൻ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഫുഡ്. മലയാളത്തിലെ കൊച്ചിൻ്റെ പേര് മല. ഇപ്പോഴും കഴിച്ചിട്ടുണ്ടോ? അതിന് ശേഷം ഇപ്പോൾ 3 പ്രാവശ്യം ഫേവറേറ്റ് അതിന് ശേഷം. അതുകൊണ്ട് ഇപ്പോഴത്തെ
ഇപ്പോഴത്തെ ഫേവറേറ്റ് അതായത് ഓൾ ടൈം ഫേവറേറ്റ് മറ്റേ ഞാൻ പറയാം മറ്റേ സാധനം മറ്റേ വലിയ സാധനം എന്തുകൊണ്ട് ഇത് പേര് അല്ല മറ്റേ സാധനം മറ്റേ ജ്യൂസ് അടിക്കുന്ന സാധനം ഷമാമോ കണ്ടു 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 എനിക്കറിയായിരുന്നു മാഷ്മലോ അല്ല ഞാൻ പറഞ്ഞു ആ സാധനം മസ്മെല്ലോ ആണോ? സംഭവം മനസ്സിലായില്ലേ ഇനി ഞാൻ സീന വന്നില്ലായിരുന്നു എനിക്ക് ഞാൻ എന്തിനു പോയാലും അത് വിച്ച് കോഴ്സ് ആയിരുന്നു അതെനിക്ക് എന്താ ഞാൻ രണ്ടെണ്ണം ശരിയാക്കി അത് ഉടനെ എനിക്ക് അറിയാം ആ മാഷ്മലോ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എഴുതണം. നെക്സ്റ്റ് എടുത്തത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കളർ ഇഷ്ടമല്ലാത്ത കളറോ? യെല്ലോ ഫ്ലൂറസെന്റ് ഏതാ യെല്ലോ എനിക്ക് വയ്യ എനിക്ക് തോറ്റി നെക്സ്റ്റ് നെക്സ്റ്റ് ഇപ്പം എത്ര 7. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ എന്നാ ഹെൻറി നീ അതിനെ മാംഗോ പറ ചോക്ലേറ്റ് അല്ല മാംഗോ ഇഷ്ടം ബട്ടർ സ്കോച്ചും ഇഷ്ടം ബട്ടർ സ്കോച്ച്. മാംഗോ ഫേവറേറ്റ് നെക്സ്റ്റ് മൈ ഫേവറേറ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ എനിക്ക് കിടക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളൊരു പൊസിഷൻ അതെങ്ങനെ എഴുതും? കാണിക്കാനല്ലേ പറ്റൂ. ഞാൻ പറയാം. പറയാൻ പറ്റുമല്ലോ പറയാലോ പറഞ്ഞാൽ മതി ചരിഞ്ഞ് കിടക്കും കെട്ടിപ്പിടിച്ച് കിടക്കും അത് ഞാൻ വായിച്ചു മലയാളത്തിൽ എഴുതുമ്പോ. മറ്റേ ചരിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നില്ലേ മറ്റേ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഞാൻ പറയാം മറ്റേ ചരിഞ്ഞ് കിടക്കുന്ന പൊസിഷൻ മറ്റേ ഇങ്ങനെ കളിച്ചിട്ട് പൂച്ച ചുരുണ്ട് പോലെ. അതാണോ പുച്ചുരുണ്ട് അത് ഷോർട്ടായി എഴുതാം. അത് കാണിച്ചു ഷോർട്ടായി പുച്ചുരുണ്ട് കിടക്കുന്ന പുച്ചുരുണ്ട് പുച്ചുരുണ്ട് കാണാ പോലെ പൂച്ച എങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് പൂച്ച ഇങ്ങനെ നിവർന്ന് കിടന്നില്ല പൂച്ച നിവർന്ന് ഒരു പ്രശ്നം വേണ്ട എനിക്ക് കമന്റ് കിടക്കാനാ ഇഷ്ടം നെക്സ്റ്റ് അടുത്തത് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് നേഴ്സ് എന്തായത് ഒബിജി ഒബിജി അത്ര ഉള്ളൂ ഇതൊക്കെ ഫുൾ എൻ്റെ ചിരിയായിരിക്കുമല്ലോ എത്ര ഉള്ളൂ നെക്സ്റ്റ് കഴിഞ്ഞ അങ്ങനെ ജുഹുവിന്റെ സക്സസ്ഫുള്ളി നെക്സ്റ്റ് ഇതിൽ എനിക്ക് സാഡ് മാത്രമേ എന്നെ കുറിച്ച് അയാൾക്ക് 2 മാർക്ക് 3 മാർക്ക് വെച്ചിട്ട് നിനക്ക് 3 എനിക്ക് എല്ലാം ഉണ്ട് എനിക്ക് 9ൽ 2 മാർക്ക് വെരി ഗുഡ് വെരി ഗുഡ് ഇല്ല ഗോപുര 3 ഉണ്ട് ദേ ചിത്രയുണ്ട് ചിത്ര ചിത്രയും BSc അഗ്രികൾച്ചർ ഒബിജി ഒരു മാർക്ക് പോയെന്നെ ഇപ്പൊ 13 അപ്പൊ ഇനി അടുത്തത് ഗോവയ്ക്ക് വല്ലാത്ത ചോദ്യമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഹിഡൻ ടാലന്റ്
പറയാൻ പറ്റുന്നു. പറയാൻ പറ്റുന്ന എഴുതിയാൽ മതി. ഹിഡൻ ടാലന്റ്. ഞാൻ പറയാൻ പറ്റുന്നത് ഉള്ളൂ. മറ്റേ കഴിഞ്ഞോ പറയട്ടെ സിംഗിങ് അല്ലെ ഒളിപ്പിച്ച് തീർന്ന സ്ഥലമല്ലേ പിന്നെ ചൂളടിക്കണം. നെക്സ്റ്റ് ഓക്കെ, എനിക്കിഷ്ടമല്ലാത്ത വെജിറ്റബിൾ. അല്ല, വെജിറ്റബിൾ ഇഷ്ടമല്ല, എന്നാലും ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും കഴിക്കാൻ പറ്റാത്ത വെജിറ്റബിൾ. അഡ്ജസ്റ്റബിളേ അല്ല. എന്താ അയ്യോ, കയപ്പക്ക, ബിറ്റർ ഗാർഡൻ. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ പുറത്തു പോകുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിച്ച് കുടിക്കുന്ന ഒരു ഡ്രിങ്ക്സ്. പാക്കറ്റ് ഡ്രിങ്കാണ്. പാക്കറ്റ് ഇട്ടൊന്നുമല്ല. നാരിയൽക്ക തനി എഴുതിയിട്ട് കാണാനില്ല. ഉപ്പ് സോഡ. ഞാൻ എഴുതി തീർന്നില്ല, ഞാൻ എഴുതി സോഡ നാരങ്ങ സോഡ. ഞാൻ എഴുതുന്നതിന് മുന്നേ ചോദിക്കണേ. എന്നോട് പറയാൻ പറഞ്ഞു. ഓക്കെ, മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. സ്നേക്ക്. എന്നെയാണ് ഇവിടെ ആർക്കും അറിയാത്ത. എനിക്ക് എന്നത് മനസ്സിലായി. നീ ഒളിപ്പിച്ചു വെച്ചായിരുന്നു, നിന്നല്ലേ ഞങ്ങൾക്കൊന്നും കാണിച്ചത്. കൂടൊക്കെ അടച്ചേക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫുഡ് വെയർ. എന്താ മൈ ഫേവറേറ്റ് ഫുഡ് വെയർ. ഇതെന്താ വഴിഞ്ഞ നീ ഇന്ന് 2 പേപ്പർ നിന്റെ പേര് നോക്കിയാൽ കോപ്പി അടിക്കാൻ പാടില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് കോപ്പി അടിക്കാനായിട്ട്. പറയട്ടെ. കഴിഞ്ഞോ? എൻ്റെ ഫേവറേറ്റ് ഉപ്പിലിട്ട ഐറ്റം. ഉപ്പിലിട്ട ഐറ്റം ഏതാ ഫേവറേറ്റ്? എൻ്റെ മാംഗോ. നെല്ലിക്ക. ഞാൻ മനസ്സിലാണോ? നെല്ലിക്ക. കണ്ടോ? ഇല്ല, ഞാൻ മാംഗോ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഉപ്പിലിട്ട് നെല്ലിക്ക എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു ഭരണി മാങ്ങയാണ് ഇത് തിന്നു. അല്ല, അത് നെല്ലിക്ക അല്ലെങ്കിൽ ഞാൻ കഴിക്കും. ഞാൻ മാങ്ങ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെങ്കിൽ മാങ്ങനേക്കാളും കൂടുതൽ ഇഷ്ടം നെല്ലിക്കയാണ്. നെക്സ്റ്റ്. ഞാൻ ഇൻവിസിബിൾ ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? പുറത്തു പറയാൻ പറ്റിയത് പുറത്തു പറയാൻ കൊള്ളാത്തൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻവിസിബിൾ ആവാൻ പറ്റുവാണെങ്കിൽ ഇൻവിസിബിൾ ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എന്താ അത് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ പിന്നെ ഇനി എഴുതണോ? എനിക്ക് കോപ്പി അടിക്കാനോ? ഇവിടെ കോപ്പി അടിച്ചാലും പാസ്സാവില്ല, അതുപോലെ എഴുതി വെക്കണത്. ഒരു ക്ലൂ തരുമോ? ബാക്കിയും പറ്റത്തില്ല, ബാക്കിയും പറഞ്ഞോളാം. ക്ലൂ തരുമോ? ഗ്ലൂ ഇല്ല, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അല്ല എന്താ ആലോചിച്ച് എഴുതണം. ഇൻവിസിബിൾ ആവാൻ ചെയ്യാനാണ് എഴുതൂ. എനിക്കറിയില്ല. പറയട്ടെ. നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യും. ഒറ്റയ്ക്ക് രാത്രി കറങ്ങി നടക്കണം.
ബിരിയാണി ബിരിയാണിയൊക്കെ ഇരുന്ന് കടയിൽ പോയിരുന്നത് ആരും കാണുന്നില്ലല്ലോ, ഇൻവിസിബിൾ അല്ലേ? ബിരിയാണി മാത്രം വായിക്കാത്ത പോണു. അല്ലെങ്കിൽ കഴിക്കാറേ ഇല്ല. മൈ ഫേവറേറ്റ് മൂവി മലയാളം മലയാളം. എനിക്കത്തില്ല, കണ്ടാ മനസ്സിലാവൂലോ. ഹൃദയം. ബാംഗ്ലൂർ ഡേയ്സ്. ഹൃദയോ എന്റെ ലിസ്റ്റിന്റെ ചോദ്യം തീർന്നാ? ഇനിയുണ്ട്. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. എൻ്റെ മെസ്സിൽ എനിക്കിഷ്ടമല്ലാത്ത ഫുഡ്. മെസ്സിൽ കിട്ടുന്ന ഫുഡിൽ മോർണിംഗും ലഞ്ച് ടൈമിൽ ഡിന്നറിലെ നോക്കാം. ഇഷ്ടമല്ലാത്ത ഫുഡ് അല്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. 3 സമയത്ത് കിട്ടുന്ന 3 സാധനമല്ലേ? ആ ഇതിൽ വെച്ചിട്ട് മെസ്സിലെ ഫുഡിൽ ഇഷ്ടമല്ലാത്തൊരു സാധനം. ഇഷ്ടമല്ലാത്ത പറ. ഞാൻ പറഞ്ഞു ഓരോ ഐറ്റം അല്ല, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടമല്ലാത്ത. എടി ഫുഡിൽ ഒരെണ്ണം മതി. അങ്ങനെ മെസ്സിൽ കിട്ടണ ഫുഡിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ് ഐറ്റം. ഉപ്പുമാവ്, സാമ്പാർ കഴിഞ്ഞില്ലേ? 10 ദിവസം കഴിഞ്ഞു. ഇല്ല, ഞാൻ 9 ചോദ്യം ചോദിച്ചുള്ളൂ. ഇനി ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ 1 ചോദിച്ചു. ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ 9 ചോദിച്ചുള്ളൂ. നിന്നോട് 10 എഴുതാനാ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 5 വർഷത്തിനുള്ളിൽ ചെയ്യാൻ 5 വർഷമോ? 5 വർഷത്തിനുള്ളിൽ 5 വർഷത്തിന് 5 ഇയറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കുറച്ച് ഇങ്ങോട്ടിരിക്കാം. കഴിഞ്ഞ അബ്രോഡ് പോവാൻ. സെറ്റിലാണ്. അബ്രോഡ് പോയി സെറ്റിൽ. അതൊരു വല്ലാത്ത ചോദ്യം. 1 2 3 1 2 3 4 നെക്സ്റ്റ് ഞാൻ അശ്വതിയുടെ ചെയ്യട്ടാ. എനിക്ക് കിട്ടാൻ ആഗ്രഹമുള്ള ഒരു സൂപ്പർ പവർ. അല്ല, എഴുതും. നോക്കില്ലേ? ഞാൻ നോക്കിയൊന്നില്ല. പറക്കാൻ പറ്റണം. ഒരു ശരാശരി മനുഷ്യൻ വിചാരിക്കുന്ന ആഗ്രഹം. ഞാൻ എഴുതിയത് നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ. ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഒക്കെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ 2 എഴുതാമോ? ഒരെണ്ണം നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണോ? വെജിറ്റബിൾ. അത് വെജിറ്റബിൾ ആണോ? അതേന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എനിക്ക് എങ്ങനെ അറിയാനാ? പറ. ബീട്രൂട്ട്. കുക്കുമ്പർ, ക്യാരറ്റ്. അത് രണ്ടും അതന്നെ മനസ്സിലായി. കുക്കുമ്പർ വെജിറ്റബിൾ ആണ്. എന്തായാലും ഫ്രൂട്ടായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അല്ല, അത് വെജിറ്റബിളാ. അത് വെജിറ്റബിളാ. കുക്കുംബർ വെജിറ്റബിൾ. കളറ്. എന്റെ ഫേവറേറ്റ് കളറ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നെ വെച്ചിട്ട് എന്നെ വെച്ചിട്ടൊക്കെ പറ. ബ്ലാക്ക്. ബ്ലാക്ക്. ഓക്കെ സാറല്ല, എനിക്കറിയില്ല. എന്നെ വെച്ചിട്ട് എങ്ങനെ റെഡ് പറയുന്നത്?
റെഡ് ഫുള്ളി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരും ഞാൻ അതിലേറ്റവും കൂടുതൽ റെഡ് മുങ്ങി നിൽക്കുന്ന രണ്ടുപേരും. അത് എന്നിട്ട് അതെനിക്ക്. വീട്ടിൽ നിന്ന് ഇപ്പൊ പറ്റാവുന്ന ടീഷർട്ട് എടുത്തിട്ട് ഇങ്ങ് പോരും. എന്റെ ഫേവറേറ്റ് ഹോബി ഹോബിയാ? നിനക്കതൊക്കെ ഉണ്ടോ? ഞാനൊരു മനുഷ്യനാണ്. പറ പറ ഫോണിൽ നോക്കുന്ന റീൽസ്. സ്ലീപ്പിംഗ്. ഉറക്കും. സ്ലീപ്പിംഗ്. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അശ്വതി 24 തുറക്കുന്ന 24 പോലെ ഉറക്കത്തിന്റെ രാജാവ് ഇരിക്കും. എന്നിട്ട് പറയാം എനിക്ക് ഉറക്കമാണ്. എനിക്കൊരു ദിവസം ഇഷ്ടപ്പെട്ട ഒരു ടൈം ഒരു ദിവസത്തില് ഇഷ്ടപ്പെട്ട ടൈം രാവിലെ എണീച്ച് ഇഷ്ടപ്പെട്ട ടൈം ഒരു ദിവസത്തില് 24 hours ഉണ്ട്. അതിനുള്ളിൽ എനിക്കൊരു നമ്മള് രാവിലെ വൈകിട്ട് അങ്ങനെ പറയത്തില്ലേ, അതിനകത്ത് തന്നെ എപ്പോഴേലും ഒരു ടൈം സമയമാണോ ഇതുണ്ട്? ഇവിടെ ഒരു കാര്യം ചെയ്യുന്ന ടൈം അങ്ങനെ ഇത് പറയത്തില്ലേ നമ്മള്. അവക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈം ഏതൊരു ടൈം 3:35 എഴുതി വെക്കും. അങ്ങനെയാണോ എഴുതണ്ടേ? 4:40 ആയിരിക്കും. എഴുതങ്ങോട്ട് എന്തെങ്കിലും. ഞാൻ എഴുതി. രാത്രി നൈറ്റ് ലഞ്ച് ടൈം. നൈറ്റ് ഉറങ്ങുന്ന ടൈം. എടി ഒരു ഉറക്കമുള്ള ഒരു ഉറക്കം ഫേവറേറ്റ് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം ഓഫ് കോഴ്സ് നൈറ്റ് ആയിരിക്കും. എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ബിരിയാണി. ഞാൻ സമാധാനത്തിലിരിക്കുന്ന ഒരു സ്ഥലം. ടോയ്ലറ്റ്. അല്ലേ? അതിൽ സമാധാനമായിട്ട് എവിടെ ഇരിക്കണേ? ശരിക്കും ടോയ്ലറ്റ്. ശരിക്കും ടോയ്ലറ്റ്. നമ്മള് സമാധാനത്തെ പോയിരിക്കുന്ന സ്ഥലം. ആരും ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. എല്ലാവർക്കും മാറിയിട്ട്. എല്ലാവർക്കും മാർക്കുണ്ട്. ഇപ്പൊ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു. അല്ല പറഞ്ഞില്ലോ ഉറക്കെ പറഞ്ഞത് ഉത്തരം. എനിക്കൊരു പവർ കിട്ടി. ഞാൻ ഒരു ആനിമൽ ആവുകയാണെങ്കിൽ ഏത് ആനിമൽ ആവും? ഏത് animal? ശരിയല്ലേ? എടി എന്റെ രൂപ വെച്ചില്ല, എന്റെ മനസ്സ് വെച്ചിട്ട് ചിന്തിക്കൂ നിങ്ങൾ. മനസ്സ് പറ. ഞാനിവിടെ ബ്രെയിൻ വെച്ചിട്ട് പോത്ത് ഇതിലല്ലേ കൂടി ഞാൻ അനിമലാണോ? ഞാൻ ഉത്തരം പറഞ്ഞു വെച്ചിട്ട് അതിനുള്ള തരാമോ? അതിപ്പോ പറ്റി രാവിലെ അവരപ്പുറത്തെ കാട്ടി പ്രാവുണ്ട്. അതല്ല, അവള് മനസ്സ് വെച്ചിട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഇത് അല്ല, ഞാനത് ബുദ്ധിപരമായിട്ട് പറഞ്ഞതാ. അയ്യോ ഞാൻ പറയാം. നിന്റെ ഇന്നത്തെ കോട്ടയം വേണ്ട വേണ്ട. ലയൻ. കാട്ടിലെ രാജാവായ ലയൻ. മനസ്സ് വെച്ച് നോക്കുന്നു പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫേവറേറ്റ് പുലാവ. ഇവിടുത്തെ അത് ഇവിടുത്തെ അല്ല. നിങ്ങൾ തമ്മിൽ എന്തോ കൂടോത്രമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. അല്ല, നീ ബുദ്ധിപരമായി ചിന്തിക്കണോണ്ടല്ല. കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഞാൻ എഴുതില്ല. നിന്നോട് എഴുതാനല്ല പറഞ്ഞു. ഞാൻ എഴുതി കറി എഴുതണോ? ഞാൻ കറി എഴുതി കേട്ടോ. പറ. പറ. ഇഡ്ഡലി സാമ്പാർ.
അപ്പവും മുട്ടക്കറി. ഇത് രണ്ടുമല്ല, പുട്ടും കടലക്കറി. അതാ ഇതിലെനിക്ക് കൺഫ്യൂഷൻ. അതെനിക്കറിയില്ലായിരുന്നു. ഇഡ്ഡലി സാമ്പാർ എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അപ്പം മുട്ടക്കറി എനിക്ക് ഇഷ്ടം. എങ്ങനെ ഇരിക്കുന്നു? എന്റെ ഇഷ്ടം ചോദിച്ചാൽ അവരുടെ ഇഷ്ടമുള്ളൂ. ഇതാണ് പുട്ടി കടല ചെയ്തത് എനിക്ക് കടലക്കറി ഇഷ്ടമല്ല. അപ്പൊ പിന്നെ റെയിനി ടൈമിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം, മഴ പെയ്യുന്ന സമയത്ത് അതെ എഴുതിയ അശ്വതി പുറത്ത് പറയാൻ കൊള്ളാവുന്നൊക്കെ എന്റെ ആഗ്രഹങ്ങൾ കേട്ടോ. അതാണ് എഴുതുന്നത്. ഓക്കെ ശരി. സ്ലീപ്പിംഗ് അല്ല ഞാനേ ഈ ലേറ്റസ്റ്റ് ആയിട്ടല്ലേ മഴ? അത് ഇത്രക്കാലം മഴ പെയ്തിട്ട് ഒറ്റ ദിവസം ഞാൻ ആ സമയത്തല്ലേ കൂടെ ഉള്ളത്. അന്നേരം ഇപ്പം പറയാൻ പറ്റില്ലേ? മാർക്ക് വിട്ട് 4 ഒരു പുരോഗമനില്ലേ? അങ്ങനെ ആരാണ് ജയിച്ചതെന്ന് അറിയാത്ത രീതിയിലുള്ള മാർക്കുകളാണ് ഞാനാ ജയിച്ചത്. എന്നിട്ട് സ്വയം ജയിച്ചു എന്ന് അവകാശം. ഞാനാ ജയിച്ചത് 7.5 മാർക്ക്. മൊത്തം കൂട്ടിക്കിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. 2 പേരുടെ കൂടെ കൂട്ടിക്കോ. 6, 7. എനിക്ക് 7 മാർക്ക് കിട്ടി. എനിക്ക് 7.5 മാർക്ക് കേട്ടോ. എനിക്ക് സെക്കൻഡ് സ്ഥാനത്ത്. ആരെ ഞാൻ തന്നതാന്ന് നീ ഓർക്കണം. 13.5 മാർക്ക്. അപ്പോൾ ഈ സെക്കൻഡ് ഞാൻ തേടായി. ഇതിനർത്ഥം വേറൊന്നല്ല, എനിക്കേ ഇവരെ കുറിച്ച് അറിയൂ. ശരി, എനിക്ക് ഇവരെ കുറിച്ച് അറിയുള്ളൂ, ഇവക്ക് ഇവരെ കുറിച്ച് അറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. എന്ത്? എനിക്ക് ഇവരെ കുറിച്ച് അറിയുള്ളൂ, ഇവർക്ക് എന്നെ കുറിച്ച് അറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇത് ശരിക്കും എന്താ പറയുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ടാസ്ക് അത്രേ ഉള്ളൂ. വിജയകരമായി ഇവിടെ മണ്ടത്തര ഇതിലും വലിയ മണ്ടത്തരങ്ങളായി ടാലന്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇന്നത്തെ ഗെയിം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരു ഗെയിമും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വരുന്നതാണ്. അതുവരെ ബൈ.